അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. സ്നേഹാദരവുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാം ജീവിക്കുന്ന ലോകം നമുക്കറിയാം, ഒട്ടനവധി തിന്മകളുടെ കേദാരമാണ്. ഏതു രാജ്യത്തിൻ്റെയും, ഏതു സംഘടനയുടെയും, ഏതു പ്രസ്ഥാനത്തിൻ്റെയും ചാലകശക്തി എന്ന് പറയുന്നത് അതിലെ യുവാക്കളാണ്. ആ യുവാക്കളാണ് ആ സമൂഹത്തെ നേരായ പാതയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ യുവാക്കൾ അവർ മറ്റൊരു ദിശയിലേക്ക് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടകരമായ ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിഷ്ക്രിയത്വം അവരിൽ കൂടിക്കൊള്ളുകയാണ്. അലസത വർദ്ധിച്ചു വരികയാണ്. ഒരു കാര്യത്തിന് മുന്നോട്ട് വരാതെ ചുളിവിലും അതോടെ തന്നെ എളുപ്പത്തിലും പണം സമ്പാദിക്കാനുള്ള മാർഗം എങ്ങനെയുണ്ട് എന്ന് ആരായുകയാണ്. ആ അന്വേഷണത്തിൽ പലരും മോഷണത്തിൻ്റെ വഴി തേടുന്നു. മറ്റു ചിലർ കള്ളക്കടത്തിൻ്റെയും ലഹരി കടത്തിൻ്റെയും അതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നു. വേറെ ചിലർ കള്ളക്കടത്തുകാരെ മോഷണം നടത്തുന്ന പൊട്ടിക്കൽ സംഘത്തിൻ്റെ അംഗങ്ങളായി മാറുന്നു. വേറെ ചില ആളുകൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓൺലൈൻ കൂടി റമ്മി അതുപോലെയുള്ള കളികളിൽ ഏർപ്പെട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ പലതരത്തിലും പല അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഭാവിയിൽ ഉപകാരപ്പെടാത്ത തരത്തിൽ ഒരു സമൂഹം വളർന്നു വരുന്ന സങ്കടകരമായ സാഹചര്യം നമുക്കൊക്കെ അറിയാം. തൊഴിലെടുക്കുക എന്നത് അള്ളാഹുവിന് ചെയ്യുന്ന നിർബന്ധ കർമ്മത്തിന് ശേഷം നിർബന്ധമായ കാര്യമാണ് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനിച്ച് കിട്ടുന്ന പണമാണ്, സമ്പാദ്യമാണ് ഏറ്റവും നല്ല സമ്പാദ്യം, അത് ഏറ്റവും നല്ല ഭക്ഷണം അതാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാചനയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. യാചിച്ച് വരുന്നവൻ കുതിരപ്പുറത്താണെങ്കിലും അവന് അവകാശമുണ്ട് ചോദിക്കാനെന്നും, അതോടൊപ്പം യാചിച്ച് വരുന്നവനെ മടക്കി അയക്കരുത് എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ അടുത്ത് യാചിച്ച് വന്ന ഒരാളോട് വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി. താൻ ധരിക്കുന്ന ഉടുപ്പും വിരിക്കുന്ന ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ കുടിക്കുന്ന പാത്രവും, അത് രണ്ടും കൊണ്ടുവരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. പ്രവാചകൻ്റെ മദീന ജീവിതത്തിലാണ് നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം അത് രണ്ടും കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിൽക്കുകയാണ്. സഹാബികൾക്ക് വിൽക്കാൻ ഒരുങ്ങി. അതിലൊരാൾ, ഒരു സഹാബി, 1 ദിർഹം വില പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെട്ടു. അങ്ങനെ മറ്റൊരാൾ 2 ദിർഹം വില പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അത് 2 ദിർഹമെന്ന് അത് അദ്ദേഹത്തിന് കൈമാറി. ആ പണം വാങ്ങി ഈ യാചകൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിൽ 1 ദിർഹം കൊണ്ട് വീട്ടിൽ കുടുംബത്തിന് ഭക്ഷണം നൽകണം, മറ്റ് 1 ദിർഹം കൊണ്ട് അങ്ങാടിയിൽ പോയി ഒരു മഴു വാങ്ങി കൊണ്ടുവരാൻ വേണ്ടി പറയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ മഴുവിന് ഒരു തായൊക്കെ ഇട്ടുകൊടുത്ത് ആ മലയിൽ പോയി വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് സമ്പാദിക്കാൻ വേണ്ടി പറയാം. അദ്ദേഹം പോകുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, 15 ദിവസം കഴിയാതെ നീ എന്നെ അഭിമുഖീകരിക്കരുത്. പറഞ്ഞത് പ്രകാരം അദ്ദേഹം അവധി കഴിഞ്ഞ് പ്രവാചകനെ കണ്ടുമുട്ടുകയും 10 ദിർഹം കിട്ടിയതായി പ്രവാചകനെ അറിയിക്കുകയും ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുറച്ചെടുത്ത് വീട്ടിൽ ഭക്ഷണം വാങ്ങാനും വസ്ത്രം വാങ്ങാനും ആവശ്യപ്പെട്ടു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ആളുകളെ നാളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ യാചിച്ച ഒരാളുടെ മുഖത്ത് പ്രത്യേക അടയാളമായിട്ടാരും അദ്ദേഹത്തെ ഒരുമിച്ച് കൂട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഈ തരത്തിൽ അധ്വാനശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വളർന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.